ലക്ഷ്മി വിമൽ ഫ്രം ലക്ഷ്മീസ് ഫുഡ് കോർട്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ മസാല ദോശ ഉണ്ടാക്കാനുള്ള പ്ലാനിലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഈ റെസിപ്പി നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാം. മസാല ദോശ എന്ന് പറഞ്ഞാൽ സിമ്പിളല്ലേ, അപ്പം മൈസൂർ മസാല ദോശ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പം മൈസൂർ മസാല ദോശ, സാധാ മസാല ദോശ, അത് 3-4 തരത്തിൽ എങ്ങനെയൊക്കെ നമുക്ക് ഫോൾഡ് ചെയ്യാം, അതിൻ്റെ പല രീതികളും ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കും, നിങ്ങൾക്കും വീട്ടിലുണ്ടാക്കാം, ചൂടോടെ മക്കൾക്കൊക്കെ കൊടുക്കാം, ട്രൈ ചെയ്യും. നമുക്ക് മൈസൂർ മസാല ദോശ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതിന് 3 സെറ്റായിട്ടാണ് ഞാൻ ഇൻഗ്രീഡിയൻസ് പറയുന്നത്. ഒന്ന് മാവിന് ഞാൻ എൻ്റെ ഇഡ്ഡലി ദോശ മാവ് ഷെയർ ചെയ്തിട്ടില്ലേ, ആ റെസിപ്പിയിലെ സെയിം മാവാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചേർത്തിട്ടുണ്ട്, അത് നോക്കിക്കോളൂ. രണ്ടാമത്തെ കേസ്, നമുക്ക് വേണ്ടത് മൈസൂർ മസാല ദോശയ്ക്ക് അതിൻ്റെ അകത്ത് നമ്മൾ ദോശയിൽ തേക്കുന്നൊരു ചട്നിയുണ്ട്. ആ ചട്നിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാലറ്റ്സ് യൂസ് ചെയ്യാം. ഞാനിവിടെ സവാളയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 1/4 ഭാഗം സവാള മീഡിയം സൈസിൻ്റെ, ഒരു 4-5 റെഡ് ചില്ലീസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു 3 ക്ലോവ്സ് ഗാർലിക്ക്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ ചനാദാൽ. ഇത്രയാണ് ചട്നിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇത് വറുക്കാൻ ആവശ്യത്തിന് ഓയിൽ കൂടി വേണം. അതിനുകൂടെ ഇതിൽ നിന്ന് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇത് 2ആണ്, ഒന്ന് ദോശമാവായി, 2 ചട്നിയായി. ഇനി നമുക്ക് വേണ്ടത് മസാല തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അതിനകത്ത് ആദ്യമായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങ്. ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് കണ്ടോ പാതിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വേവിച്ചിട്ട്. ഇത് നമുക്ക് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് അതൊരു ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ എടുത്താലും മതി. പിന്നെ കുറച്ച് ജീരകം, കുറച്ച് കടുക് 1/4 ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. കുറച്ച് കടലപ്പരിപ്പ്, കുറച്ച് ഉഴുന്നുപരിപ്പ്, 2 1/2 ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. ഒരല്പം കായം, ആവശ്യത്തിന് ഉപ്പ്, കുക്കിങ്ങിന് ആവശ്യത്തിനുള്ള എണ്ണ, കുറച്ച് മല്ലിയിലയ്ക്കൊന്നും ഞാൻ അളവ് പറയുന്നില്ല, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/2 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി, 2-3 പച്ചമുളക്. ഇതിൽ ഞാൻ മുളക് പൊടി ഇടുന്നില്ല, അതുകൊണ്ട് ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ കാര്യമായിട്ട് വരുള്ളൂ. ഇത് അതിൻ്റെ അകത്ത് മസാല ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കടു കൂട്ടി ശേഷം ഇടാനായിട്ട് ഒരു വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല. ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇത് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി വേണ്ടി വരും, ചട്നി അരയ്ക്കാനുള്ള. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് ഫ്രൈയിങ് പാനിൽ സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഏത് പാൻ വേണമെങ്കിൽ വെക്കാം. എനിക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് ഈ പാനിൽ എനിക്ക് മസാല ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്കൊന്നും തെറിച്ച് പോകില്ല എന്നോർത്ത് ഞാനിത് വെച്ചിരിക്കുന്നതാണ്. ഫ്രൈയിങ് പാൻ ആകുമ്പോൾ കുറച്ചുകൂടെ ഹൈറ്റ് കുറവായിരിക്കുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാനോ എന്ത് വേണമെങ്കിൽ വെക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, ഇതൊന്ന് ചൂടാവട്ടെ. പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി തുടങ്ങി. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ചനാദാൽ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പുളി ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളിത് അരയ്ക്കാൻ നേരത്തെ ഒരു ചെറിയ കഷ്ണം പുളി ഇട്ടോളൂ. ഞാൻ ഇടുന്നില്ല, എനിക്കതിനോട് താല്പര്യമില്ല. ഇനി പുളിപ്പ് ടേസ്റ്റ് വേണ്ടവർക്ക് ചെയ്യാം. നമ്മുടെ ചനാദാൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് നമ്മുടെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എരിവ് കുറച്ച് മതിയെങ്കിൽ ഇത് കാശ്മീരി പിരിയമുളകില്ലേ നമ്മുടെ നാട്ടിലത്തെ, അത് ചേർത്താലും മതിയാവും. ഞാനിവിടെ കുറച്ച് റെഗുലർ മുളകാണ് ചേർത്തിരിക്കുന്നത്, എൻ്റെ കയ്യിൽ പിരിയൻ മുളക് ഇല്ല. പിന്നെ നമുക്ക് നമ്മുടെ ആ സവാള ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ വെളുത്തുള്ളിയും. ജസ്റ്റ് ഒന്ന് റോസ്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഒരുപാട് നേരമൊന്നും ഇതാക്കണ്ട കേട്ടോ. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കണ്ട കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം.
ഞാൻ ആ സെയിം പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ മസാല തയ്യാറാക്കാൻ. എണ്ണ ചൂടായി, അതിലേക്ക് കടുകും ജീരകവും ചേർത്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഒരല്പം കായം, നമ്മുടെ സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റുക. സവാളയുടെ കളറൊന്ന് മാറുന്ന വരെ വഴറ്റണം. അതിലേക്ക് പകുതി വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് വഴറ്റി കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഉള്ളിയുടെ കളർ മാറിക്കിട്ടാൻ സഹായിക്കും. ആദ്യം ഞാൻ പറഞ്ഞ പോലെ കുറച്ച് നേരം വഴറ്റിയ ശേഷം വേണം ഉപ്പ് ചേർക്കാൻ. ആദ്യമേ തന്നെ സവാളയുടെ കളർ മാറിക്കിട്ടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് കറക്റ്റായിട്ട് വരില്ല. ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലെ ഉപ്പിൻ്റെ അളവൊന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ഒരുപാട് ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ. നമ്മുടെ മല്ലിയില കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മസാല ദോശയ്ക്ക് ആവശ്യമുള്ള മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മുടെ ചട്നി നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഇതുണ്ടോ നമ്മുടെ മൈസൂർ മസാല ദോശയുടെ ചട്നി അരച്ചെടുത്തിട്ട് വന്നു. ഞാനതിനെ ഒരു ബൗളിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മൈസൂർ മസാല ദോശ ചൂടാം. അതിനൊരു പാൻ എടുത്ത് ചൂടാക്കാൻ വയ്ക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചോളൂ, നല്ലപോലെ ചൂടാവട്ടെ. എന്നിട്ട് ഫ്ലെയിം താഴ്ത്തിയിട്ട് ദോശ ഒഴിച്ചാൽ മതി. എൻ്റെ ഇഡ്ഡലി ദോശ റെസിപ്പിയിൽ നിങ്ങൾ ദോശ ഇടുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. സെയിം മെത്തേഡ് തന്നെ, അത് മസാല ദോശയാക്കുന്നത് മാത്രം. അതിൻ്റെ അടുത്ത് തന്നെ ഇതാണ്ടോ നമ്മുടെ ചട്നിയും മസാലയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇതുപോലെ ദോശ മാവിൻ്റെ തിക്നെസ്സിലേക്ക് ആക്കണം. എന്നിട്ട് പാൻ ഒരു ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് വളരെ നൈസായിട്ട് പരത്തി കൊടുക്കുക. എൻ്റെ കയ്യിൽ ഒന്നാമത്തെ കേസ് വലിയ പാൻ ഇല്ല. ഞാൻ മസാല ദോശ ഇതേ സൈസിൽ തന്നെയാണ് ചെയ്യുന്നത്, നമ്മുടെ നോർമൽ ദോശയുടെ. അതുപോലെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് വലിയ പാൻ വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ. എനിക്കിവിടെ എൻ്റെ അടുപ്പിനകത്ത് അത്രയും വലിയ പാൻ വയ്ക്കാനുള്ള സൗകര്യവും ഇല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ മൈസൂർ മസാല ദോശയുടെ ചട്നി എടുത്ത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇത് നമ്മൾ ഒരിക്കലും മറിച്ചിട്ടിട്ട് വേവിക്കില്ല, അതുകൊണ്ട് നന്നായി മൊരിഞ്ഞോട്ടെ. എന്നിട്ട് നമുക്ക് മസാല ഇതിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കാം. ഇതൊരു തരം ദോശ. എങ്ങനെയുണ്ട്? ഇനി നമുക്കൊരു പ്ലെയിൻ ഗീ റോസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് വെന്ത് വരുന്ന സമയത്ത് നിങ്ങളിതിലേക്ക് നെയ്യ് ചേർത്ത് മുരിക്കണം. ഇത് മസാല വെച്ചല്ല ഞാൻ ചെയ്യുന്നത്, പ്ലെയിൻ ഗീ റോസ്റ്റാണ്. ഞാനിത് ദോശ വേറൊരു രീതിയിൽ മടക്കുന്നത് കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. നമ്മുടെ ദോശ വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് സെൻറ്ററിൽ നിന്ന് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിപ്പോൾ എവിടെ വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം അറ്റം വരെ, സെൻറ്റർ വരെ എത്തണം കട്ട്. നമുക്കിതിനെ ഇങ്ങനെ എടുക്കാം. ഇതെങ്ങനെയുണ്ട് ഗോപുരം പോലത്തെ ദോശ? നമുക്കിത് മറ്റൊരു പ്ലേറ്റിലേക്ക് എടുക്കാം. ഇനി മറ്റൊരു തരത്തിൽ ദോശ നോക്കാം. ഞാനിവിടെ ദോശയുടെ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്കിതൊരു സിമ്പിൾ മസാല ദോശയായിട്ട് ചെയ്തെടുക്കാം. മസാല വെച്ച ശേഷം ഇങ്ങനെയും നമുക്ക് മടക്കാം. ഇത് മറ്റൊരു ദോശ. നമുക്കിനി ഞാനിപ്പോൾ ദോശ ചുടുന്നു ഒന്നും കാണിച്ചില്ല, കാരണം വീഡിയോ ഒരുപാട് നീണ്ടു പോകുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് നമുക്ക് റോൾ മസാല ദോശ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഈ ദോശയുടെ പകുതിയിൽ ഇങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് വെറുതെ മടക്കി എടുത്തിട്ട് സ്ട്രെയിറ്റ് പ്ലെയിൻ ദോശയൊക്കെ എടുക്കാം കേട്ടോ. ഇനി അതൊന്നും കാണിക്കാൻ സമയമില്ല, വലിയൊരു വീഡിയോ ആയിപ്പോയി ഇത്. ട്രൈ ചെയ്യൂ. താങ്ക് യു.